അമേരിക്ക നാവിക ഉപരോധം പ്രഖ്യാപിച്ച ഹോർമുസിൽ സംഘർഷം രൂക്ഷം. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടുവെന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ പറയുന്നു. ഇതോടെ എണ്ണവില വീണ്ടും $102 കുതിച്ചു. ആഗോള വിപണിയിൽ വില ബാരലിന് $104 കടന്നിട്ടുണ്ട്. ഇറാൻ തുറമുഖത്തേക്കും തിരികെയുമുള്ള മുഴുവൻ സമുദ്ര ഗതാഗതവും ഇന്ന് രാത്രിയോടെ തടയുമെന്ന് US സൈന്യത്തിന്റെ മുന്നറിയിപ്പുണ്ട്. സൈനിക കപ്പലുകൾ ഹോർമുസിലേക്ക് വന്നാൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമിക്കുമെന്ന് IRGC പറഞ്ഞു. വെനസ്വേലയ്ക്ക് സംഭവിച്ചു തന്നെയാകും ഇറാനിൽ സംഭവിക്കുകയെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാൻ വെനസ്വേല അല്ലെന്ന് ഇറാൻ മറുപടി നൽകി. MC നാസർ വിവരങ്ങളുമായി ദുബായിൽ നിന്ന്. നാസർ, വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണോ മേഖല? അജിംസ്, സംഘർഷം വലിയ തോതിൽ തന്നെ കനക്കുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 മണിയോടുകൂടിയാണ് ഈ ഹോർമസിലുള്ള ഇറാന്റെ തുറമുഖത്തിലേക്കുള്ള പോക്കുവരവുകൾ പൂർണ്ണമായിട്ടും തടയുമെന്ന് അമേരിക്കൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൂടി വരുന്നതോടുകൂടി വലിയ ശക്തമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം മേഖലയിൽ ഒരുങ്ങും. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൈനിക കപ്പലുകൾ ഹോർമസിലേക്ക് വരുന്നത് എല്ലാ അർത്ഥത്തിലും തടയുമെന്ന് IRGC ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യമാണ് ഹോർമസിൽ നിലനിൽക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമതിയോടുകൂടി ചില കപ്പലുകൾക്കെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെയും ഇന്ധനം കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ആ സാധ്യത കൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അടയുന്നത്. അത് സ്വാഭാവികമായിട്ടും ആഗോള എണ്ണ വിപണിയിൽ, ഊർജ്ജ വിപണിയിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഗൾഫ് രാജ്യങ്ങളും ആശങ്കയോടുകൂടി തന്നെയാണ് ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്. പക്ഷേ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ ആക്രമണ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ 2 ആഴ്ചക്കാലത്ത് വെടിനിർത്തൽ ലംഘിക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിന്റെ ഭാഗത്ത് ചിലപ്പോൾ പരിമിതമായ തോതിലുള്ള ആക്രമണം വേണ്ടിവരുമെന്ന ഒരു സൂചനയാണ് പെന്റഗൺ നേതൃത്വം നൽകുന്നത്. ഈ മാസം 22 വരെയാണ് ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നീണ്ടു നിൽക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ആ വെടിനിർത്തൽ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകും. കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങളും അമേരിക്ക ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധത്തിന് സജ്ജമാണെന്ന് ഇസ്രായേൽ സേനയും ഇന്നലെ വൈകിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജിംസ്, ശരി, വീണ്ടും ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇറാൻ ഹോർമുസ് കടൽ ഇടുക്ക അടച്ചിരിക്കുകയാണ്. അവിടെ വീണ്ടും സംഘർഷ സാധ്യത വരുന്നു. കപ്പലുകൾ കടന്നുപോയാൽ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനും US തമ്മിലുള്ള ചർച്ച വഴിമുട്ടുകളാണ് വീണ്ടും സംഘർഷം രൂപം കൊള്ളുന്നത്.